ഹലോ ഗൈസ്, വൺ പ്ലസ് ഫോണുകൾ രണ്ട് കാര്യത്തിലാണ് ഡൗൺ ആയി പോയിരുന്നത്. കാരണം ഒന്ന്, അവരുടെ ഓക്സിജൻ വോയിസ് ഗോൺ എന്ന് പറഞ്ഞ് എല്ലാവരും RIP എന്നൊക്കെ ഇട്ടു. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഏറ്റവും കൂടുതൽ ബാധിച്ചത് വൺ പ്ലസ് ഫോണുകളെ. കാരണം എല്ലാ ഡിവൈസും വൺ പ്ലസിന്റെ ഒരു 90% ഫോണുകളിലും ഗ്രീൻ ലൈൻ ഇഷ്യൂസ് വന്നു. അതിന്റെ ഭയങ്കര ഇതായിരുന്നു. അത് അവർ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ തന്നെ ഇഷ്യൂ ആണ്, ആ സൊല്യൂഷൻ ചെയ്തു തരാമെന്നും കമ്പനി തന്നെ വാഗ്ദാനം ചെയ്തു. കുറേ പേർക്ക് റീപ്ലേസും ചെയ്തു. അത് നല്ലൊരു കാര്യമാണ്. ഈ വർഷം വൺ പ്ലസ് അത് വരാതിരിക്കാനും അതിനുവേണ്ടി പ്രിക്കോഷൻസും നടത്തിയിട്ടുണ്ട്. വൺ പ്ലസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൺ പ്ലസ് ഫോണുകളിൽ ഇനി തൊട്ട് PVX ലെയർ എന്ന് പറഞ്ഞൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗ്രീൻ ലൈൻ ഇഷ്യൂവിനെ തടയാൻ വേണ്ടിയിട്ടുള്ള ടെക്നോളജി ആയിട്ട് അവർ പറയുന്നൊരു കാര്യം PVX ടെക്നോളജി. ലൈഫ് ടൈം വാറണ്ടി ഗ്രീൻ ലൈൻ ഇഷ്യൂസിന് വേണ്ടി കൊണ്ടുവന്നൊരു കാര്യമാണ്. ഗ്രീൻ ലൈനോ ഹൊറിസോണ്ടൽ ലൈനോ എങ്ങനെ വന്നാൽ തന്നെ അതൊരു ഗ്രീൻ ലൈൻ, റെഡ് ലൈൻ, ഇങ്ങനെ രണ്ട് ലൈനുകളായിരുന്നു വന്നിരുന്നത്. കൂടുതലും ഗ്രീൻ ലൈൻ ആണ് വന്നത്. ഇതിന് വൺ പ്ലസ് ചെയ്യാൻ പോകുന്ന ലൈഫ് ടൈം വാറണ്ടിയാണ് ഗ്രീൻ ലൈൻ ഇഷ്യൂസിന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. അത് നല്ലൊരു കാര്യമാണ്. അവരുടെ കച്ചവടം കഴിഞ്ഞ വർഷം നല്ല രീതിയിൽ ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഒരു കാര്യത്തിനെ ബേസ് ചെയ്ത്. അതുകൊണ്ട് ഈ വർഷം അവർ അത് നല്ല രീതിയിൽ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ലൈഫ് ടൈം ആയിട്ട് വാറണ്ടി അവർ കൊടുക്കുന്നുണ്ട്. ഗ്രീൻ ലൈനോ ഹൊറിസോണ്ടൽ ലൈനോ ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് വാറണ്ടി കിട്ടും. റീപ്ലേസ്മെന്റ് ചെയ്തു തരും ഫ്രീ കോസ്റ്റിൽ. നമ്മൾ ആകെ ആ ഒരു സർവീസ് ചാർജ് മാത്രം കൊടുത്താൽ മതി. ഡിസ്പ്ലേയുടെ പ്രൈസ് കൊടുക്കണ്ട. മറ്റേത് 20, 30, 40 രൂപയാണ് ഒരു ഡിസ്പ്ലേയുടെ പ്രൈസ് വന്നുകൊണ്ടിരുന്നത്. കാരണം എഡ്ജ് ഡിസ്പ്ലേയും കൂടെ ആയിരുന്നു. പിന്നെ ഞാൻ പറയുന്നത് ഓക്സിജൻ വോയിസ്. കാരണം ഓക്സിജൻ വോയിസ് എന്ന് പറഞ്ഞ വോയിസ് പണ്ട് ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദി ബെസ്റ്റ് വോയിസ് എന്ന് ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്ന വോയിസിനെ പിന്നെ കളർ വോയിസ് ആയിട്ട് വന്നപ്പോഴത്തേക്ക് ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയില്ല. കാരണം കളർ വോയിസ് ഒരു ചൈനീസ് വോയിസ് ആണ്. അതിനെ ഒന്ന് മോഡിഫൈ ചെയ്താണ് വൺ പ്ലസ് അവർ ഓക്സിജൻ വോയിസ് എന്ന് പറഞ്ഞ് ഇറക്കിയിരുന്നത്. അപ്പോൾ ആൾക്കാർ ഭയങ്കരമായിട്ട് റിഗ്രറ്റ് ചെയ്തു. കാരണം അത്രയും നല്ലൊരു വോയിസിനെ കൊണ്ടുചെന്ന് കളഞ്ഞൊരു അവസ്ഥ. പിന്നെ ഏറ്റവും നല്ല വോയിസ് എന്ന് പറഞ്ഞാൽ One UI ആയിരുന്നു സാംസങ്ങിന്റെ ഏറ്റവും ബെസ്റ്റ് വോയിസ്. അപ്പോൾ വൺ പ്ലസിന് അവിടെ അത്രയും നല്ല വോയിസിൽ പിടിച്ചു നിൽക്കാൻ സാധിച്ചതുമില്ല. അതുകൊണ്ടൊക്കെ വളരെ ഡ്രോപ്പ് കഴിഞ്ഞ വർഷം വരെ ആൾക്കുണ്ടായി. ഓക്സിജൻ വോയിസ് 15 നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്. ഓക്സിജൻ വോയിസ് ആണെന്നോ അവർ കഴിഞ്ഞ വർഷം തൊട്ട് ഓക്സിജൻ വോയിസ് എന്ന് തന്നെയാണ് പറയുന്നത്. കളർ വോയിസ് ഒന്ന് മോഡിഫൈ ചെയ്തപ്പോഴത്തേക്ക് ഓക്സിജൻ വോയിസ് ആയെന്നാണ് അവർ ഉദ്ദേശിച്ചത്. പക്ഷെ പണ്ടത്തെ ഓക്സിജൻ വോയിസ് നിങ്ങൾക്കറിയാം, സ്റ്റോക്ക് ആൻഡ്രോയിഡ് പോലത്തെ നല്ല രീതിയിൽ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരുന്നു. കസ്റ്റമൈസേഷൻ ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ഈ വർഷം ഫുള്ളി കസ്റ്റമൈസേഷൻ ആണ് വരുന്നത് ഓക്സിജൻ വോയിസിൽ. നല്ലൊരു കാര്യമാണ്. പക്ഷെ കളർ വോയിസ് പോലെ ഇരിക്കാതിരുന്നാൽ മതി എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. പിന്നെ സോഫ്റ്റ്വെയറിൽ അപ്ഡേഷൻ ഈ വർഷം 4 വർഷത്തെ അപ്ഡേറ്റും 5 വർഷത്തെ അപ്ഡേറ്റും ഒക്കെ പ്രതീക്ഷിക്കാം നമുക്ക്. കാരണം ഒന്നും പ്രഡിക്റ്റബിൾ അല്ല. ചൈനയിൽ വന്നതിൽ കളർ വോയിസ് ആണ് വന്നത്. ഇന്ത്യയിൽ വരാൻ പോകുന്നതിൽ ഓക്സിജൻ വോയിസ് ആണ് വരുന്നത്. നമുക്ക് എത്ര വർഷം ഇപ്പോൾ IQ പോലും 4 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആണ്. കാരണം 2 years കടന്ന 2 yearsഉം 3 yearsഉം കടന്ന IQ ബ്രാൻഡ് ഇപ്പോൾ 4 years ഓഫ് അപ്ഡേറ്റ് ആണ്. ഇപ്രാവശ്യം ഇറങ്ങിയ X200 എന്ന് പറഞ്ഞാൽ വിവോയുടെ ഫോണിന് പോലും 3 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തരാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷെ IQയുടെ 4 years കൊടുത്തു. സാംസങ് 7 years ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് തന്നെ വൺ പ്ലസ് കൊണ്ട് ചെന്ന് എത്തിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഒരു 4 years ഓഫ് അപ്ഡേറ്റ്. ഇപ്പോൾ എത്ര വർഷം എന്ന് പറഞ്ഞാലും കറക്റ്റായിട്ട് പ്രോപ്പർലി അത് കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുക്കാത്തൊരു ബ്രാൻഡാണ് ഷവോമി. കാരണം അവർ ഹൈപ്പർ വോയിസ് എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്ന ഫോണുകൾ ഇപ്പോഴും ആൻഡ്രോയിഡ് 13ലും 14ലും ഒക്കെയാണ് ഇറങ്ങുന്നത്. കാരണം 15 ഓൾറെഡി ലോഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾ ഫോൺ ഈ വർഷം ഇറക്കുമ്പോൾ ഓൾറെഡി അൺബോക്സിങ്ങിലെ 15 കൊടുത്തിരിക്കണം. എന്നിട്ട് 3 വർഷം അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 14 തൊട്ടേ കണക്കാക്കത്തുള്ളൂ. അപ്പോൾ അതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും ഈ വർഷം ഒരു 4 years 3 years അപ്ഡേറ്റ് എന്തായാലും കാണും മാക്സിമം. ഒരു 4 years ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ വൺ പ്ലസ് കൊടുത്തിരുന്നത്. ഈ വർഷം അതിന് മണ്ടയ്ക്ക് വരും. അല്ലെങ്കിൽ ആ 4 years തന്നെ നിലനിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ വരാം. ഒരു ഫോൺ എത്ര വർഷം യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം 4 വർഷത്തിൽ കൂടുതൽ ആരും യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്നാലും ഇത്രയും വില കൊടുത്തെടുക്കുന്ന ഒരു ഫോൺ ടെക്നോളജി വലിയ മാറ്റങ്ങളില്ലെങ്കിൽ ആൾക്കാരങ്ങനെ മാറ്റാൻ പോത്തുമില്ല. അപ്പോൾ ഇനി അങ്ങനെ ടെക്നോളജി വലുതായിട്ട് മാറാനായിട്ടൊന്നുമില്ല. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് വരെ എത്തി. ഫ്ലെക്സിബിൾ ആണ്. ട്രൈഫോൾഡ് കാലഘട്ടമാണ്. അതേ ഉള്ളൂ ഇനി ടെക്നോളജിയിൽ വരുന്ന ഒരു കാര്യം. 6000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിൽ വൺ പ്ലസ് നടത്തുന്നുണ്ട് ഈ ഒരു കാര്യത്തിനും എല്ലാത്തിനും കൂടെ വേണ്ടി. അപ്പോൾ എന്തായാലും അത് നല്ല രീതിയിൽ നടക്കട്ടെ വൺ പ്ലസിൻ്റെ. പിന്നെ ഇത്രയൊക്കെയുള്ളൂ പറയാൻ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യോ, ഷെയർ ചെയ്യോ, കമൻറ്റ് ചെയ്യോ.